വശങ്ങളിൽ തണൽ വിരിച്ച് പച്ചപ്പ്, മധ്യഭാഗം വെയിൽ പുതച്ച് പൂരിമണ്ണ്, കാഹളം മുഴങ്ങി അശ്വഗജ കാലാൽ പടകൾ ഇരുവശവും നിരന്നു. കൗരവപ്പട, പാണ്ഡവപ്പട, പച്ചപ്പ് മറച്ച് പൊടിപടലങ്ങൾ. കൗരവർ കോപം മുറ്റിയ മുഖത്തോടെ മീശ പിരിച്ച് നെഞ്ച് നെളിച്ച് സന്തോഷവാന്മാർ. മുൻനിരയിൽ മാത്രം ദുഃഖം നിറഞ്ഞ മുഖങ്ങൾ. ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ തുടങ്ങിയ ഉന്നത കുല ജാതർ. പാണ്ഡവപ്പട, അശ്വരഥം, കൃഷ്ണൻ വശംഭദ്രം, അതിൽ അർജുനൻ വില്ലാളി വീരൻ, വിഷമഭാവം. ദുഃഖം തളം കെട്ടി കുനിഞ്ഞ മുഖങ്ങളുമായി വീരന്മാർ പുറകിൽ. വിയർപ്പണിഞ്ഞ മുഖങ്ങൾ. ഹസ്തിനപുരത്ത് നിന്ന് നിഷ്കാസിതരായവർ, കൗരവർ നൽകിയ ശിക്ഷകൾ ഏറ്റുവാങ്ങിയവർ. 5 ദേശം 5 ഭവനം, ഒടുവിൽ 1 ഭവനത്തിൽ ഒതുങ്ങിയ വിലപേശലിൽ കൃഷ്ണന് പരാജയം. കൗരവരുടെ തിരസ്കരണം മാർഗങ്ങൾ അടച്ചു. യുദ്ധം അനിവാര്യമായി. യുദ്ധത്തിൽ സഹായം അഭ്യർത്ഥിച്ച് ഇരുകൂട്ടരും കൃഷ്ണസന്നിധിയിൽ അണഞ്ഞു. ഞാനുണ്ട്, ആയുധമെടുക്കില്ല, എൻ്റെ സേനയുണ്ട്, ആയുധധാരികളായി. കൃഷ്ണ മൊഴി കേട്ട് ദുര്യോധനൻ സേന മതി, സന്തോഷം തുളുമ്പിയ വാക്കുകൾ. അർജുനൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് മതി, സംതൃപ്തി നിറഞ്ഞ വാക്കുകൾ. അങ്ങനെ കൃഷ്ണൻ പാണ്ഡവ തേരാളിയായി. 3 പ്രാവശ്യം യുദ്ധകാലം മുഴങ്ങി. സേനകൾ അഭിമുഖമായി മുന്നോട്ട് നീങ്ങി. ആശ്ചര്യം! വില്ലാളി വീരൻ അർജുനന്റെ കൈകളിൽ നിന്ന് കുലച്ച വില്ല് ഗൃഹത്തിൽ വീണു. തേരാളി കൃഷ്ണൻ ഞെട്ടിത്തിരിഞ്ഞു. അതാ അർജുനൻ മുട്ടുകുത്തി തേടി കൈകൾ കൂപ്പി എതിർപക്ഷത്തേക്ക് നോക്കി വിതുമ്പി, കൃഷ്ണ, എനിക്കാകില്ല, അങ്ങോട്ട് നോക്കൂ. കിരീടമണിഞ്ഞ് തലയെടുപ്പോടെ ഭീഷ്മ പിതാമഹൻ, അഭിനന്ദ ദ്രോണാചാര്യർ, മറ്റ് സഹോദര തുല്യർ. ഇല്ല, എൻ്റെ കൈകൾ കൊണ്ട് അത് ചെയ്യില്ല. കൃഷ്ണൻ ഇടത് കൈ ഞാനുകൾ ഒതുക്കി വലത് കരം കൊണ്ട് അർജുനെ തഴകി. പതറരുത്, വില്ലാളി വീരനാണ്, യുദ്ധനീതി, അവിടെ സ്വന്തം ബന്ധങ്ങളില്ല. കൃഷ്ണ ശബ്ദം ഉറച്ചതായിരുന്നു. അർജുനന്റെ കണ്ണുകൾ എതിർവശത്ത് തുടങ്ങി നിന്നു. ശബ്ദ ഉച്ചത്തിലായി. പറ്റില്ല കൃഷ്ണ. കൃഷ്ണൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് കൗരവ പക്ഷത്തേക്ക് ഒന്നുകൂടെ നോക്കി. എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ രഥത്തിൽ നിന്നിറങ്ങി. ഇവിടെയാണ് ട്വിസ്റ്റ്. കൗരവ പക്ഷം ലക്ഷ്യമാക്കി നടന്നു. ഭീഷ്മർ പകച്ചു. കൃഷ്ണ, അവിടെ നിൽക്കൂ, നിരായുധനോട് യുദ്ധം പാടില്ല. അതിന് വിറയാർന്ന അലർച്ചയായിരുന്നു. ദ്രോണരുടെ കണ്ണുകൾ വിടർന്നു. എന്തോ കണ്ട് ഞെട്ടിയതുപോലെ, കൃഷ്ണ, എന്തായി കാട്ടുന്നത്? അവിടെ നിൽക്കൂ. സ്വരത്തിൽ പതർച്ച. കൃഷ്ണൻ കൈകൾ രണ്ടും ഉയർത്തി. മഹാത്മാക്കളെ, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഒരു നിമിഷം ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. ശാന്തമായ സ്വരത്തിന്റെ അലകൾ കൗരവ കർണങ്ങളിൽ മുഴങ്ങി. ആശ്ചര്യം! കൃഷ്ണരൂപം വികസിച്ചു. മാനം മുട്ടൻ, ചതുർഭുജനായി, ശംഖചക്രധാരിയായി, സർവാഭരണ വിഭൂഷിതനായി, പീതാംബരധാരിയായി, രത്നകിരീടധാരിയായി, വിശ്വരൂപ ദർശനം. ഭയചകിതരായി കൗരവർ മുന്നിലായി. കണ്ണുകൾ നിറഞ്ഞു തുളമ്പി. വിടർന്ന ചുണ്ടുകളിൽ കൃഷ്ണപദം മാത്രം. ഭീഷ്മർ മുമ്പോട്ട് വന്ന് വിറയ്ക്കുന്ന കരങ്ങളാൽ അമ്പും വില്ലും കൃഷ്ണപാദങ്ങളിൽ അർപ്പിച്ച് നിവർന്നു നിന്ന് കൈകൂപ്പി. കൺമുറുക്കി ആ രൂപം കണ്ടു നിന്നു. ദ്രോണർ അത് ആവർത്തിച്ചു. വിതുമ്പുന്ന ചുണ്ടുകളിൽ കൃഷ്ണപദം ചുഴറ്റി നിന്നു. മുന്നോട്ട് വന്ന ദുര്യോധനൻ ഭക്തി പാരവശ്യത്താൽ വിറച്ചു. ആവനായി അഴിഞ്ഞ് കൃഷ്ണപാദത്തിൽ വീണു. മുൻനിര മാത്രമേ ഈ രംഗം ദർശിച്ചുള്ളൂ. വിശ്വരൂപം. കൃഷ്ണകൽപ്പനയ്ക്ക് കാതോർത്ത് ദുര്യോധനൻ പറയുകയാണ്, യുദ്ധം വേണ്ട, പാണ്ഡവർക്ക് എന്ത് വേണമെങ്കിലും നൽകുക. വേണ്ട ഭഗവാനെ, ഞങ്ങൾക്കൊന്നും വേണ്ട, എല്ലാം അങ്ങയുടെ ഇഷ്ടം. ദർശന സായുജ്യത്തിൽ ദുര്യോധനന്റെ വിലാപം. വിശ്വരൂപം മറഞ്ഞു. പിന്മാറ്റ കാഹളം മുഴങ്ങി. സേന പിന്മാറി. കൗരവസേന മടക്കം കൗതുകത്തോടെ വീക്ഷിച്ച് കൃഷ്ണനും പാണ്ഡവരും. അങ്ങനെ ഒരു മഹായുദ്ധമൊഴിവായ സംതൃപ്തിയിൽ ഏവരും. മാഷേ, ഇതുവരെ എഴുതിയിട്ടില്ലേ? ഭാര്യയുടെ മുരൾച്ച കേട്ട് കണ്ണുകൾ തുറന്നു. അയ്യോ, സ്വപ്നമായിരുന്നോ? ഞാൻ പുറത്തെണീറ്റു. ഇന്നലെ ക്ലാസ്സിൽ കുരുക്ഷേത്ര യുദ്ധവും തുടർന്നുള്ള വിലാപങ്ങളും തേങ്ങലടക്കി കുട്ടികൾ കേട്ടിരുന്നു. ഒരു കുട്ടി ചോദിച്ചു, സാർ, ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? അത് ശരമായി എൻ്റെ ഹൃദയഭിത്തിയിൽ തൂങ്ങിയാടി. അവ രാത്രി അടർന്നു വീണ് സ്വപ്ന പൂക്കളായി വിടർന്നു. അങ്ങനെ യുദ്ധമില്ലാതായി. വിലാപവുമില്ല, ഒന്നുമില്ല. അത് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ എല്ലാവരും കൂടെ അതിനകത്ത് എഴുതി, കൃഷ്ണ നിന്ദയാണ് ഈ കാണിച്ചത്, കൃഷ്ണനെ ഞാൻ അവഹേളിച്ചു. അങ്ങനെ കുറെ പേര് ഏറ്റുപിടിച്ചു, എന്നെ വേട്ടയാടി. അതായത് ഭക്തി ഇല്ലാത്ത ഒരുത്തനാണ് ഇത് എഴുതിയത് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ കൊച്ചു കഥ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ്
ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.